ഈസി പോയിന്റിലേക്ക് ഏവർക്കും സ്വാഗതം. BA സോഷ്യോളജിയുടെ MG യൂണിവേഴ്സിറ്റിയിലെ സോഷ്യോളജി സിലബസിൽ അതിലെ നോട്ട്സുകളാണ്. ഇപ്പോൾ മൂന്നാമത്തെ സെമസ്റ്ററിലെ എമിൽ ഡർക്കീമിനെ കുറിച്ചുള്ള തിയറിയുടെ സെക്കൻഡ് പാർട്ടാണിത്. അപ്പോൾ എമിൽ ഡർക്കീമിൻ്റെ ഡിവിഷൻ ഓഫ് ലേബർ, സോഷ്യൽ സോളിഡാരിറ്റി ഇതെല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്തു. ഇനി എമിൽ ഡർക്കീമിൻ്റെ തിയറി ഓഫ് സൂയിസൈഡാണ് ഈ ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്റ്റഡി ഓഫ് സോഷ്യോളജി എന്ന പുസ്തകത്തിലാണ് 1897 അദ്ദേഹം പുസ്തകത്തിലാണ് ഇതൊക്കെ വ്യക്തമാക്കിയത്, ഈ തിയറി നൽകിയത്. ദ സ്റ്റഡി ഓഫ് സോഷ്യോളജി ഈസ് എ ബുക്ക് റിട്ടൺ ബൈ എമിൽ ഡർക്കീം ഇൻ 1897. എമിൽ ഡർക്കീമിൻ്റെ തിയറി ഓഫ് സൂയിസൈഡ് വാസ് എ യൂണീക്ക് പബ്ലിക്കേഷൻ അറ്റ് ദാറ്റ് ടൈം. അക്കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ ആത്മഹത്യാ സിദ്ധാന്തം എന്ന് പറഞ്ഞാൽ ഒരു സവിശേഷ പ്രസിദ്ധീകരണമായിരുന്നു. അന്നത്തെ കാലത്ത് അത് ചർച്ച ചെയ്യപ്പെട്ടതാണ്. ഇന്നും അതിന് വളരെയധികം പ്രസക്തിയുണ്ട്. അപ്പോൾ എമിൽ ഡർക്കീംസ് തിയറി ഓഫ് സൂയിസൈഡ് വാസ് എ യൂണീക്ക് പബ്ലിക്കേഷൻ അറ്റ് ദാറ്റ് ടൈം ആൻഡ് ഇറ്റ് സ്റ്റിൽ ഹാസ് റെലവൻസ് ടുഡേ. ഇന്നും അതിന് പ്രസക്തിയുണ്ട്. The study of sociology was the first systematic study of social fact. അപ്പോൾ സോഷ്യൽ ഫാക്റ്റാണ് അദ്ദേഹത്തിൻ്റെ പ്രധാന പ്രതിപാദ്യ വിഷയമെന്ന് നമുക്കറിയാം. അതിൽ ദ സ്റ്റഡി ഓഫ് സോഷ്യോളജി ആയിരുന്നു സോഷ്യൽ ഫാക്റ്റിനെ കുറിച്ചിട്ട് വളരെ സിസ്റ്റമാറ്റിക് പഠനം നടത്തിയത്. അത് സമൂഹത്തിൻ്റെ പശ്ചാത്തലത്തിൽ അത് എമിൽ ഡർക്കീം തന്നെയാണ്. അദ്ദേഹം ഒരു ഫ്രഞ്ച് സോഷ്യോളജിസ്റ്റാണ്. ഇനി സൂയിസൈഡ് എന്നാൽ എന്ത്? അദ്ദേഹം സൂയിസൈഡ് എന്നുള്ള വാക്ക് ഉപയോഗിച്ചു. റെഫേഴ്സ് ടു ദ ഡെത്ത് ബിക്കോസ് ഓഫ് എ ചേഞ്ച് ഇൻ വിക്ടിംസ് ബിഹേവിയർ. ഇപ്പോൾ ആത്മഹത്യ എന്ന് പറയുന്നത് എന്താണ്? ഒരു വിക്ടിമിൻ്റെ, ഒരു ഇരയുടെ പെരുമാറ്റത്തിൽ അത് ചിലപ്പോൾ നല്ലതും ആകാം, നെഗറ്റീവും ആകാം. അതിൻ്റെ അനന്തരഫലം അദ്ദേഹത്തിന് അറിയാമെങ്കിൽ, വിച്ച് ഹി നോസ് ദ റിസൾട്ട് ഓഫ്, അങ്ങനെ അനന്തരഫലം അയാൾക്ക് അറിയാവുന്നതുകൊണ്ട് അയാൾക്ക് നിക്കക്കളിയില്ലാതെ, അയാൾക്ക് ഇനി എന്ത് ചെയ്യണം എന്നറിയാതെ ആത്മഹത്യയിലേക്ക് നയിക്കുന്നു. അക്കോർഡിംഗ് ടു ഡർക്കീം, സോഷ്യൽ ഇൻ്റഗ്രേഷൻ ഈസ് ഓൾസോ വൺ ഓഫ് ദ റീസൺ ഫോർ ദിസ്. സോഷ്യൽ ഇൻ്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മളെല്ലാവരും സോഷ്യൽ സോളിഡാരിറ്റിയിൽ ഐക്യപ്പെട്ട് ഒന്നിച്ചിരിക്കുകയാണ്. അപ്പോൾ സമന്വയം ഒരു കാരണമാണെന്നാണ് അദ്ദേഹം പറയുന്നത്. സോഷ്യൽ ഇൻ്റഗ്രേഷൻ വരുമ്പോൾ നമ്മൾക്ക് മറ്റുള്ളവരോട് ഉത്തരം പറയണം. അപ്പം നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളിൽ ചില കാര്യങ്ങൾ മറ്റുള്ളവർ പ്രതീക്ഷിക്കും. അത് കൊടുക്കാൻ പറ്റാണ്ടാവുമ്പോൾ, അതിന് ഉത്തരം പറയാണ്ടാവുമ്പോഴും ആളുകൾ വിഷമിച്ച് അത് ആത്മഹത്യയിലേക്ക് പോകാം. അപ്പോൾ ഇൻ്റഗ്രേഷൻ ഒരു കാരണമാണെന്നുള്ളതിന് ഒരു എക്സാമ്പിൾ പറയുകയാണ്. വെൻ മൈനോറിറ്റി ഗ്രൂപ്പ് ബിക്കെയിം ദ ഇൻ്റഗ്രൽ പാർട്ട് ഓഫ് സൊസൈറ്റി. അതായത് മൈനോറിറ്റി ഗ്രൂപ്പ് എന്ന് പറയുന്ന ന്യൂനപക്ഷ വിഭാഗങ്ങൾ ഒരു സൊസൈറ്റിയുടെ വലിയൊരു ഭാഗമായി മാറുകയും ദേ ഫേസ്ഡ് എനോമസ് പിയർ പ്രഷർ. അവർക്ക് തങ്ങളുടെ കൂട്ടാളികളിൽ നിന്ന് ഒരുപാട് പ്രഷർ, എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനായിട്ട് തങ്ങൾക്ക് വേണ്ടി അത് ചെയ്യൂ, ഇത് ചെയ്യൂ എന്നൊക്കെ ഒരുപാട് പ്രഷർ അവർക്ക് ഉണ്ടാവുകയും വിച്ച് ലെഡ് ടു ഹൈ റേറ്റ്സ് ഓഫ് സൂയിസൈഡ് അമംഗ് ദം. അവർക്ക് ആകെ വർക്ക് പ്രഷർ വന്നുകൊണ്ട് ആത്മഹത്യയിലേക്ക് പോകുന്നുണ്ട്. പലപ്പോഴും നമ്മളത് ഇന്നത്തെ സൊസൈറ്റിയിലും കേൾക്കാറുള്ളതാണ്, വർക്ക് പ്രഷർ എന്ന്. കാരണം അവർക്ക് നിലനിൽക്കാൻ പറ്റുന്നില്ല. അവിടെ നിന്നും ഫോഴ്സ് ചെയ്യുന്നു, ഇവിടെ നിന്നും ഫോഴ്സ് ചെയ്യുന്നു. ചെയ്തില്ലെങ്കിൽ അത് മേലധികാരികൾ അത് ക്വസ്റ്റ്യൻ ചെയ്യുന്നു. ചെയ്യാനാണെങ്കിൽ പല കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവർക്ക് റോങ് ആയിട്ട് ചെയ്യേണ്ടി വരുന്നു. ഇതൊക്കെയാണ് വർക്ക് പ്രഷറിലൂടെ നമ്മൾ അനുഭവിക്കുന്നത്. ഇത് നമുക്ക് സൂയിസൈഡിലേക്ക് നമ്മളെ നയിക്കാം. അപ്പോൾ ഇതിനെ ഡർക്കീം അദ്ദേഹത്തിൻ്റെ സൂയിസൈഡ് എന്ന് പറയുന്ന തിയറിയിലെ 4 തരം ആത്മഹത്യയെക്കുറിച്ചിട്ടാണ് പറയുന്നത്, ടൈപ്സ് ഓഫ് സൂയിസൈഡ്. അപ്പോൾ ഡർക്കീമിൻ്റെ വ്യൂ അനുസരിച്ച് ദെയർ ആർ 4 ടൈപ്സ് ഓഫ് സൂയിസൈഡ് ബേസ്ഡ് ഓൺ ദ ഡിഗ്രി ഓഫ് ഇംബാലൻസ് ബിറ്റ്വീൻ ദ 2 സോഷ്യൽ ഫോഴ്സസ്. അതായത് 2 സോഷ്യൽ ഫോഴ്സസ് ഉണ്ടല്ലോ. ഒന്ന് മോറൽ ഇറഗുലേഷൻ, നമ്മളെ നിയമം കൊണ്ട് നിയന്ത്രിക്കപ്പെട്ടിരിക്കുന്നു. മറ്റത് സാമൂഹികമായി നമ്മൾ പരസ്പരം കെട്ടപ്പെട്ടിരിക്കുന്നു. ഇതിൽ വരുന്ന ഇംബാലൻസ്, മോറൽസ് നമ്മൾ തെറ്റിക്കുമ്പോൾ ഒരു വശം പ്രശ്നം വരുന്നു, അപ്പോൾ അടുത്ത വശം ബാലൻസ് ചെയ്യാൻ പറ്റാതെ വരുന്നു. അപ്പോൾ ഡർക്കീംസ് വ്യൂ അനുസരിച്ച് എങ്ങനെയാണ് സൂയിസൈഡ് ഈ 4ഉം വരുന്നത്? ബേസ്ഡ് ഓൺ ദ ഡിഗ്രി ഓഫ് ഇംബാലൻസ് ബിറ്റ്വീൻ ദ 2 സോഷ്യൽ ഫോഴ്സസ്. ഏതൊക്കെയാണ് 2 സോഷ്യൽ ഫോഴ്സസ്? സോഷ്യൽ ഇൻ്റഗ്രേഷനും മോറൽ റെഗുലേഷനും.
അപ്പം ഇത് രണ്ട് ശക്തികൾ തമ്മിലുള്ള അസന്തുലിത അവസ്ഥ വരുമ്പോഴാണ് ആത്മഹത്യ വരുന്നതെന്നാണ് ഡർക്കിം അഭിപ്രായപ്പെടുന്നത്. ഇനി ഡർക്കിം പോയിൻറ്റഡ് ഔട്ട് ദി ഇമ്പാക്റ്റ് ഓഫ് വേരിയസ് ക്രൈസിസ് ഓൺ സോഷ്യൽ ഗ്രൂപ്പ്. സാമൂഹിക ഗ്രൂപ്പിൽ വരുന്ന വിവിധ പ്രതിസന്ധികളുണ്ട്. അത് നമ്മളിൽ വ്യക്തികളിൽ വളരെയധികം സ്വാധീനം ചെലുത്തുന്നുണ്ട്. പ്രത്യേകിച്ച് ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു യുദ്ധം. ആ യുദ്ധം വരുമ്പോൾ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ വരും. എക്കണോമിക് പ്രശ്നങ്ങൾ വരും, അതുപോലെ തന്നെ വളരെയധികം ദുരന്തങ്ങൾ സംഭവിക്കും. അപ്പോൾ എ വാർ ദാറ്റ് ലെഡ് ടു ഇൻക്രീസ് ഇൻ അൾട്രൂയിസം. അപ്പം നമ്മളിവിടെ എന്താ ചെയ്യുക? നമ്മൾ നമ്മുടെ ജീവൻ പോയാലും സാരമില്ല, നമ്മൾക്ക് ആ യുദ്ധത്തിൽ ജയിക്കുക അല്ലെങ്കിൽ അവരെ പരാജയപ്പെടുത്തുക, ഇതിലേക്ക് നമ്മൾ സ്വയം ആത്മഹൂതി ചെയ്യാനും കൂടി തയ്യാറാകും. അപ്പോൾ ഒരു യുദ്ധം എന്ന് പറഞ്ഞാൽ പരോപകാരത്തിൻ്റെ വർധനവിലേക്ക് കാരണമാകും. ചിലപ്പോൾ ദുരന്തത്തിലേക്ക്, ചിലപ്പോൾ സാമ്പത്തിക കുതിപ്പുണ്ടാവും. നമ്മളാണ് യുദ്ധം ചെയ്ത് മറ്റൊരു രാജ്യം പിടിച്ചെടുക്കുന്നതെങ്കിൽ സാമ്പത്തിക കുതിപ്പുണ്ടാകാം. അല്ലെങ്കിൽ അരാജകത്വത്തിന്, അനോമി എന്ന് പറയുമ്പോൾ നിലവിലുള്ള നിയമ സംവിധാനങ്ങളുടെ ബ്രേക്ക് ഡൗൺ ആണ് അനോമി പറയണത്. ഇതിലൊക്കെ കാരണമായ ദുരന്തത്തിലേക്കും വരാം. എന്തൊക്കെ പറയുകയാണെങ്കിലും ആത്മഹത്യ എന്ന് പറയുന്നത് അത് ഒരു പേഴ്സണൽ ആക്റ്റ് അല്ല. ഒരു വ്യക്തിയാണ് അത് ചെയ്യുന്നതെങ്കിലും അത് സമൂഹത്തിനും കൂടി അതിൻ്റെ അനന്തരഫലം അനുഭവിക്കേണ്ടി വരും. അല്ലെങ്കിൽ സമൂഹമാണ് അവനെ ആത്മഹത്യയിലേക്ക് നയിക്കുന്നത്. അതുകൊണ്ട് അതൊരു സോഷ്യൽ ഫാക്റ്റാണ് എന്നാണ് പറയുന്നത്. ഇറ്റ് കോസ്ഡ് ബൈ എ പവർ ബിയോണ്ട് ദി ഇൻഡിവിജ്വൽ. അതായത് ഒരു വ്യക്തി നിൽക്കുമ്പോൾ ആ വ്യക്തിക്ക് പല വിധത്തിലുള്ള പ്രഷർ പുറത്തുനിന്ന് വരുന്നത് കൊണ്ടാണ് ആത്മഹത്യയിലേക്ക് പോകുന്നത്. ഓർ ദ സൂപ്പർ ഇൻഡിവിജ്വൽ. ആ ഇൻഡിവിജ്വലിന് നിൽക്കാൻ പറ്റാതെ വരുമ്പോൾ സൂപ്പർ ശക്തിക്കോ, ഇപ്പോൾ ഒരു വ്യക്തിയുടെ ശക്തിക്കോ അല്ലെങ്കിൽ വ്യക്തിയേക്കാൾ കൂടുതൽ പവർ ഉള്ള അമാനുഷിക ശക്തിക്കോ അതീതമായൊരു ശക്തിയാണ് നമ്മളെ ആത്മഹത്യയിലേക്ക് നയിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മളതൊരു പൈശാചിക ശക്തി എന്നൊക്കെ നമ്മൾ വിളിക്കുന്നത്. ഹി ബിലീവ് ദാറ്റ് വി നോ ദ കോൺസിക്വൻസസ് ഓഫ് ഓൾ കൈൻഡ് ഓഫ് ഡെത്ത്. നമുക്കറിയാം നേരിട്ടോ അല്ലാതെയോ നമ്മളെ ഓരോ ആത്മഹത്യയും നമ്മളെയും ബാധിക്കുന്നുണ്ട്. റിസൾട്ടിങ് ഫ്രം ദ വിക്ടിംസ് ഓൺ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ബിഹേവിയർ. ഒരു വ്യക്തി പോസിറ്റീവായോ നെഗറ്റീവായോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മറ്റൊരാളെ തീർച്ചയായിട്ടും ബാധിക്കും. ആഫ്റ്റർ ഡിഫൈനിങ് ദ ഫിനോമിന, ഡർക്കിം റിജക്റ്റഡ് ദ സൈക്കോളജിക്കൽ എക്സ്പ്ലനേഷൻ. അപ്പോൾ ഇത് മനഃശാസ്ത്രപരമായ ആ ഒരു വിശദീകരണം അല്ല അദ്ദേഹം നൽകുന്നത്. ഇപ്പോൾ മെനി ഡോക്ടേഴ്സ് ആൻഡ് സൈക്കോളജിസ്റ്റ് തിയറൈസ് ദാറ്റ് ദ മെജോറിറ്റി ഓഫ് ദോസ് ഹു ടേക്ക് ദെയർ ലൈഫ്സ് ആർ ഇൻ എ മോർബിഡ് സ്റ്റേറ്റ്. ഡോക്ടേഴ്സും ഡോക്ടേഴ്സും സൈക്കോളജിസ്റ്റും പറയുന്നത് ഒരാളെ ആത്മഹത്യയിലേക്ക് നയിക്കുന്നത് അയാളുടെ രോഗാവസ്ഥയാണ്. ഇപ്പോൾ സൈക്കോളജിക്കൽ എന്ന് പറഞ്ഞാൽ മാനസിക രോഗം അല്ലെങ്കിൽ ശാരീരിക രോഗം എന്നതിനേക്കാളും കൂടുതൽ മാനസിക രോഗം എന്നാണ് പറയുന്നത്. അതൊരു രോഗാവസ്ഥയാണെന്ന് ആത്മഹത്യ എന്നാണ് പറയുന്നത്. പക്ഷെ ഡർക്കിം പറയുന്നത് അതൊന്നും സൈക്കോളജിക്കലല്ല, അത് സോഷ്യലാണ്, സാമൂഹ്യമാണ്. സോഷ്യൽ പശ്ചാത്തലത്തിൽ അവന് നിൽക്കാൻ പറ്റാഞ്ഞിട്ടാണ് അവൻ ആത്മഹത്യ ചെയ്യണത്. അത് ആ മാനസിക നിലയിലേക്ക് അവനെ തള്ളിവിടുന്നത് സമൂഹമാണ് എന്ന് ഡർക്കിം പറയുന്നു. ഹി കൺക്ലൂഡഡ് ദാറ്റ് സൂയിസൈഡ്സ് റിസൾട്ട് ഫ്രം സോഷ്യൽ ടർമോയിൽ ഓർ ലാക്ക് ഓഫ് സോഷ്യൽ ഇൻ്റഗ്രേഷൻ ഓർ സോഷ്യൽ സോളിഡാരിറ്റി. എപ്പോഴും ആത്മഹത്യ വരുന്നത് എന്താണ്? നമ്മൾ സമൂഹത്തിൽ ചേർത്ത് നിർത്താഞ്ഞിട്ട്, അല്ലെങ്കിൽ അവൻ ചേർന്ന് നിൽക്കാഞ്ഞിട്ട്, അല്ലെങ്കിൽ അവന് ചുറ്റും ഒരു ഐക്യമുള്ള, അവനോടൊപ്പം ചേർത്ത് നിർത്താൻ പറ്റുന്ന ഒരു ഗ്രൂപ്പ് ഇല്ലാത്തതുകൊണ്ട്, അവൻ ഒറ്റപ്പെട്ട് നിൽക്കുന്നത് കൊണ്ടാണ് പലപ്പോഴും ആത്മഹത്യയിലേക്ക് പോകുന്നത്. അപ്പോൾ ഡർക്കിം തിയറി ഓഫ് സൂയിസൈഡ് ജനറലി കോൺട്രിബ്യൂട്ട് ടു ദ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ ഫിനോമിനൻ ബിക്കോസ് ഇറ്റ് എംഫസിസ് സോഷ്യൽ ഫാക്ടേഴ്സ് റാദർ ദാൻ ബയോളജിക്കൽ ആൻഡ് പേഴ്സണൽ ഫാക്ടേഴ്സ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആത്മഹത്യ സിദ്ധാന്തം പറയുന്നത് ആത്മഹത്യ എന്ന് പറഞ്ഞാൽ ജൈവികമോ വ്യക്തിപരമോ ആയ ഘടകങ്ങളെക്കാൾ കൂടുതൽ സാമൂഹ്യ ഘടകങ്ങളാണ് ആത്മഹത്യയിലേക്ക് നയിക്കുന്നത്. ഇനി മെയിൻ ഡ്രോബാക്ക് ഓഫ് ഡർക്കിംസ് സൂയിസൈഡ് തിയറിയിൽ ഒരുപാട് പോരായ്മകളുണ്ട്. ഇദ്ദേഹം എപ്പോഴും സോഷ്യൽ ഫാക്ടേഴ്സിനെ മാത്രമാണ് കാണുന്നത്, കുറ്റവും പറയുന്നത്. സോഷ്യൽ ഫാക്ടർ മാത്രമല്ല, പലപ്പോഴും ഒരു വ്യക്തി
പല സൈക്കോളജിക്കൽ പ്രോബ്ലം കൊണ്ടോ അല്ലെങ്കിൽ പേഴ്സണൽ പ്രോബ്ലം കൊണ്ടോ ആത്മഹത്യ ചെയ്യാം. അപ്പോൾ ദെയർഫോർ ദ തിയറി ഓഫ് സൂയിസൈഡ് ഈസ് സെറ്റ് ടു ബി ഹൈലി ഫ്ലോഡ് ആൻഡ് യൂണിലാറ്ററൽ. അതുകൊണ്ട് ഈ സോഷ്യൽ ഘടകങ്ങൾക്ക്, സാമൂഹ്യ ഘടകങ്ങൾക്ക് അമിത പ്രാധാന്യം കൊടുക്കുന്നത് കൊണ്ട് നമ്മൾക്കത് അദ്ദേഹത്തിൻ്റെ ഡർക്കീമിൻ്റെ സോഷ്യോളജി സൂയിസൈഡ് എന്ന് പറയുന്ന തിയറിയിൽ കുറച്ച് ഡ്രോബാക്സ് ഉണ്ട് എന്നാണ് പറയുന്നത്. അത് ഏകപക്ഷീയമാണ് എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് 4 തരം ടൈപ്സ് സൂയിസൈഡ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്ന് ഈഗോയിസ്റ്റിക് സൂയിസൈഡ്, ആത്മാഭിമാനമുള്ള ആത്മഹത്യ. ഒരുവൻ്റെ ഈഗോ ഹേർട്ടാവുമ്പോൾ ആത്മഹത്യ ചെയ്യുന്നു എന്നാണ് നമ്മളതിൽ ഒറ്റ വാക്ക് പറയുന്നത്. ഈഗോയിസ്റ്റിക് സൂയിസൈഡ് റിഫ്ലക്റ്റിംഗ് എ ലാസ്റ്റിംഗ് ഫീലിംഗ് ഓഫ് ബീയിങ് ഇൻ്റഗ്രേറ്റഡ് ഇൻ ടു ദ കമ്മ്യൂണിറ്റി ആൻഡ് നോട്ട് ബിലോങ്ങിങ്. തങ്ങളെ അവർ ചേർത്ത് നിർത്തുന്നില്ല, തങ്ങളെ അവർ മാറ്റി നിർത്തുന്നു, അല്ലെങ്കിൽ തനിക്ക് ആ ഗ്രൂപ്പിലേക്ക് ചേരാൻ പറ്റുന്നില്ല. അങ്ങനെയുള്ള ഒരു ആത്മാഭിമാനം, ഈഗോ ഹേർട്ടാവുമ്പോഴുള്ള ആത്മഹത്യ, അതാണിത്. ഇറ്റ് കംസ് ഫ്രം സൂയിസൈഡൽ ഐഡിയേഷൻ ദാറ്റ് ദി ഇൻഡിവിജ്വൽ ഡസൻറ്റ് ഹാവ് എ ചെയിൻ. ആ ബന്ധത്തിൽ ഇങ്ങനെ ഉറച്ചു നിൽക്കാതെ, ചിലപ്പോഴും കുടുംബാംഗങ്ങൾ, ഭാര്യ ഉപേക്ഷിച്ച് പോയി അല്ലെങ്കിൽ മക്കൾ പോയി എന്നൊക്കെ പറഞ്ഞ ആളുകൾ ആത്മഹത്യ ചെയ്യുന്നു. ചിലവർ അല്ലെങ്കിൽ എന്തെങ്കിലും കുടുംബത്തിൽ പ്രശ്നങ്ങളുണ്ടാവും, ആത്മഹത്യ ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ദിസ് ആബ്സെൻസ് ക്യാൻ ലീഡ് ടു മീനിങ്ലെസ് ഇൻഡിഫറൻസ് ആൻഡ് ഡിപ്രഷൻ. അപ്പോൾ തങ്ങൾ ഇതുവരെ സ്നേഹിച്ചിരുന്ന തങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ടവർ തങ്ങളെ മാറ്റി നിർത്തുകയോ തങ്ങളിൽ നിന്ന് വിട്ടുപോവുകയോ ചെയ്യുമ്പോൾ തങ്ങളുടെ ജീവിതം അർത്ഥശൂന്യമാണെന്നും നിസ്സംഗത വരികയും വിഷാദം വരികയും ഒക്കെ ചെയ്യുമ്പോഴാണ് അത് ആത്മഹത്യയിലേക്ക് പോകുന്നത്. അത് ഒറ്റക്കൊക്കെ ജീവിക്കുന്നവർക്ക് അത് കൂടുതലാണ്. പ്രത്യേകിച്ച് എക്സസീവ് പേഴ്സണലൈസേഷൻ എന്നാണ് അതിനെ ഡർക്കീം വിളിക്കുന്നത്. കാരണം വ്യക്തിപരമാണ്. ആ വ്യക്തി ഇങ്ങനെ ഒറ്റയ്ക്ക് ജീവിച്ച് ആരുമായി മിണ്ടാതെ അയാൾക്ക് കുറേ നാൾ കഴിയുമ്പോൾ അയാൾ ഡിപ്രഷൻ അടിച്ച് ആത്മഹത്യയിലേക്ക് പോകുന്നു. ഇറ്റ് ഈസ് ജനറലി സീൻ അറ്റ് ദ ഇൻഡിവിജ്വൽ ഹു കമ്മിറ്റ് സൂയിസൈഡ് ആർ നോട്ട് അറ്റാച്ച്ഡ് ടു സൊസൈറ്റി. എങ്കിലും ഒറ്റക്കാണ് താമസിക്കുന്നതെങ്കിലും എല്ലാവരുമായി മിങ്കിൾ ചെയ്ത് അവരെ കൂടി ജോളിയായി കുറേ ഫ്രണ്ട്ഷിപ്പ് സർക്കിൾ ഉണ്ടായി അവർ സോഷ്യൽ ആക്ടിവിറ്റിയിൽ വരികയാണെങ്കിൽ അയാൾ ഹാപ്പി ആയിട്ട് പോകും. പക്ഷേ ഈ വ്യക്തികൾ ഒറ്റക്ക് ആരുമായി മിങ്കിൾ ചെയ്യാതെ പോകുമ്പോഴാണ് ലിറ്റിൽ സോഷ്യൽ സപ്പോർട്ട് ആൻഡ് ഗൈഡൻസ്, മറ്റുള്ളവരിൽ നിന്ന് ഒരു സപ്പോർട്ടോ ഒരു മാർഗനിർദ്ദേശമോ അവർക്ക് ലഭിക്കുന്നില്ല. അങ്ങനെയുള്ള ഏകാന്തതയിൽ നിന്നാണ് അവർ ഡിപ്രഷനിലേക്ക് പോവുകയും മരണത്തിലേക്ക് പോവുകയും ചെയ്യുന്നത്. അപ്പോൾ ഡർക്കീം ഫൗണ്ട് ദാറ്റ് സൂയിസൈഡ് ഈസ് മോർ കോമൺ എമംഗ് അൺമാരീഡ് പീപ്പിൾ. പലപ്പോഴും അവിവാഹിതരായ വ്യക്തികളാണ്. അവർക്ക് കുറേ കാലങ്ങൾ കഴിയുമ്പോൾ അവർക്ക് മാതാപിതാക്കൾ നഷ്ടപ്പെടുന്നു. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഓരോ കുടുംബാംഗങ്ങൾ അവരവരുടെ കുടുംബവുമായിട്ട് ആ സർക്കിളിൽ ഒതുങ്ങുമ്പോൾ ഇവരൊരു അധികപ്പറ്റായി മാറുന്നു. ഇവരവിടെ ഏകാന്തത അനുഭവിക്കുന്നു. അവരോട് ഭക്ഷണം കഴിച്ചോ എന്ന് ചോദിക്കാൻ പോലും ഒരു വ്യക്തിയില്ലാത്ത അവസ്ഥ വരുന്നു. അങ്ങനെയൊക്കെ വരുമ്പോൾ പ്രത്യേകിച്ച് പുരുഷന്മാരാണ് കേട്ടോ. സ്ത്രീകൾ പിന്നെയും എങ്ങനെയെങ്കിലുമൊക്കെ സ്ത്രീകൾ സർവൈവ് ചെയ്യും. അവരാരെങ്കിലുമൊക്കെ ആയിട്ട് ഇടപഴകി കുടുംബത്തിൽ സഹോദരൻ്റെ ഫാമിലി ആയിട്ടോ അല്ലെങ്കിൽ സഹോദരിമാരുടെ കുടുംബവുമായിട്ടൊക്കെ ഇണങ്ങി അവർക്ക് വേണ്ടുന്ന ഹെൽപ്പൊക്കെ ചെയ്ത് അങ്ങനെയൊക്കെ അവരങ്ങോട്ട് സന്തോഷമായിട്ടൊക്കെ ജീവിക്കും. പക്ഷേ പുരുഷന്മാരാണ് പലപ്പോഴും അവരിങ്ങനെ ഒറ്റപ്പെട്ടു പോകുന്നത്. ആസ് ദർ ഈസ് ലെസ് നീഡ് ടു റെസ്ട്രെയിൻ ദം ഓർ ടൈ ദം ടു സ്റ്റേബിൾ സോഷ്യൽ നോംസ് ആൻഡ് ഗോൾസ്. പലപ്പോഴും അവർക്ക് ശരിയായ ഒരു സ്റ്റേബിളായ ഒരു ലക്ഷ്യങ്ങളുണ്ടാവില്ല, സോഷ്യൽ നോംസ് ഉണ്ടാവില്ല. അപ്പോൾ ഇതൊക്കെ വരുമ്പോഴാണ് അവർക്ക് ആത്മഹത്യ. ഇനി എന്താണ് അടുത്തത്? ആത്മഹത്യ എന്നുള്ള രീതിയിലേക്ക് പോകുന്നത് എന്നാണ് ഈഗോയിസ്റ്റിക് സൂയിസൈഡിൻ്റെ തിയറി. ഇനി എന്താണ് അൾട്രോയിസ്റ്റിക് സൂയിസൈഡ്? അൾട്രോയിസം എന്ന് പറഞ്ഞാൽ മറ്റൊരാൾക്ക് വേണ്ടി ജീവിക്കുക, സെൽഫ്ലെസ് ആയിട്ട് ജീവിക്കുക, മറ്റവർക്ക് വേണ്ടി ജീവിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അൾട്രോയിസ്റ്റിക് സൂയിസൈഡ് എന്ന് പറഞ്ഞാൽ സ്വന്തം കുടുംബത്തിന് വേണ്ടി പലപ്പോഴും ആരെങ്കിലും കുടുംബത്തിനെ അറ്റാക്ക് ചെയ്യുമ്പോൾ മുന്നോട്ടിറങ്ങി വന്ന് അവർക്ക് വേണ്ടി മരിക്കുക, അതൊക്കെയാണ് അൾട്രോയിസ്റ്റിക് സൂയിസൈഡ് എന്ന് പറയുന്നത്. അൾട്രോയിസ്റ്റിക് സൂയിസൈഡ് ഈസ് മാർക്ക്ഡ് ബൈ ദ ഫീലിംഗ് ഓഫ് ബീയിങ് ഓവർവെൽംഡ് ബൈ ദ ഗ്രൂപ്പ്സ് ഗോൾ ആൻഡ് ബിലീഫ്. അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിൻ്റെ വിശ്വാസങ്ങളെയും ലക്ഷ്യങ്ങൾക്കും വേണ്ടി സ്വന്തം ജീവൻ തന്നെ ത്യജിച്ചാലും വേണ്ടില്ല അത് മരണത്തിലേക്ക് പോകുന്നത്.
അതിന് നമുക്ക് ഒരു ഡെഫിനിഷൻ കൊടുക്കാം. അൾട്രൂയിസ്റ്റിക് സൂയിസൈഡ് ഈസ് ദ സാക്രിഫൈസ് ഓഫ് വൺസ് ലൈഫ്. ഒരാളുടെ ജീവൻ തന്നെ ബലി കൊടുക്കുകയാണ് ഇൻ ഓർഡർ ടു സേവ് ഓർ ബെനിഫിറ്റ് അതേഴ്സ്. മറ്റുള്ളവരെ രക്ഷിക്കാനോ മറ്റുള്ളവർക്ക് നന്മ വരാനോ വേണ്ടി ജീവിതം ബലി കൊടുക്കുന്നു. ഓർ പ്രിസർവ് ദ ട്രഡീഷൻ ആൻഡ് ഓണർ ഓഫ് ദ സൊസൈറ്റി. പണ്ട് കാലത്ത് ബലി കൊടുക്കുന്ന രീതി വരെയൊക്കെ ഉണ്ടായിരുന്നു. സ്വയം ബലി അർപ്പിക്കാൻ റെഡിയാകുന്ന രീതി നമ്മുടെ പാരമ്പര്യവും അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൻ്റെ മാന്യതയൊക്കെ നിലനിർത്താൻ വേണ്ടി ഒരാളുടെ ജീവൻ ബലിയർപ്പിക്കുന്നതാണ് പരോപകാര ആത്മഹത്യ. ഒരാൾ സ്വയം ഒരാളെ മറ്റൊരാൾ ബലിയർപ്പിക്കുന്നതല്ല ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഇതിനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു പ്രദേശത്ത് ഒരു ബണ്ട് പൊട്ടിയിട്ട് ആ ഒരു ഗ്രാമം തന്നെ ആ വെള്ളം പൊക്കത്തിലേക്ക് വരുന്നത് കൊണ്ട് ഒരു വ്യക്തി ആ ബണ്ടടക്കാൻ വേണ്ടി സ്വയം ആ ബണ്ടിന് കുറുകെ കിടക്കുകയും അത് ചെളി വന്ന് മൂടി ആ ഒരു ഗ്രാമം രക്ഷപ്പെടുകയും ചെയ്തു എന്നുള്ളതൊക്കെ നമ്മൾ അൾട്രോയിസ്റ്റിക് സൂയിസൈഡിനൊരു ഉദാഹരണമായി പറയാം. സമൂഹത്തിൻ്റെ മൊത്തമായുള്ള ആവശ്യത്തേക്കാൾ വ്യക്തികളുടെ ആവശ്യങ്ങൾക്ക് വളരെ പ്രാധാന്യം കുറവാണ് എന്നാണ് ഇവിടെ മനസ്സിലാക്കുന്നത്. സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി ഏറ്റവും ഉദാഹരണമായിട്ട് നമുക്കിവിടെ പട്ടാളക്കാരുടെ ജീവിതം എടുക്കാം. ഇതിൽ റിയൽ ലൈഫ് എക്സാമ്പിൾ ഇൻ ഹിസ് ബുക്ക്, അദ്ദേഹത്തിൻ്റെ ബുക്കിൽ പറഞ്ഞിരിക്കുന്ന ഒരു സോൾജിയറാണ് അൾട്രോയിസ്റ്റിക് സൂയിസൈഡിന് ഏറ്റവും ഉദാഹരണം. സ്വന്തം ജീവൻ പോകുമെന്നറിഞ്ഞിട്ട് തന്നെയാണ് പല ആൾക്കാരും ശത്രുവിൻ്റെ മുന്നിലേക്ക് ഇറങ്ങുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് കുടുംബത്തിന് വേണ്ടിയോ രാജ്യത്തിന് വേണ്ടിയോ യുദ്ധം ചെയ്യാൻ തിരഞ്ഞെടുക്കുന്നതാണ് അൾട്രോയിസ്റ്റിക് സൂയിസൈഡ്. ഇനി എന്താണ് അനോമിക് സൂയിസൈഡ്? അനോമി എന്ന് പറഞ്ഞാൽ നമ്മളുടെ ചട്ടങ്ങളും നിയമങ്ങളും ഒക്കെ ചിലപ്പോഴങ്ങോട്ട് മാറുമ്പോൾ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. അപ്പോൾ വെൻ എ പേഴ്സൺ കംപ്ലീറ്റ് സൂയിസൈഡ് ഡ്യൂ ടു ലാക്ക് ഓഫ് റെഗുലേഷൻ. അപ്പോൾ അവിടെ ഒരു ശരിയായ നിയന്ത്രണങ്ങളില്ല. ഇറ്റ് ഈസ് കോൾഡ് അനോമിക് സൂയിസൈഡ്. അപ്പോൾ നിയന്ത്രണങ്ങളുടെ അഭാവം ഇല്ല, അത് വരുമ്പോൾ അവിടെ ആത്മഹത്യ ഉണ്ടാകുന്നു. ഇത് മലയാളമൊക്കെ ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോഴാണ് കേട്ടോ ഇങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് വരുന്നത്. അപ്പം നിങ്ങളത് മനസ്സിലാക്കി പഠിക്കുക. നിയന്ത്രണങ്ങളുടെ അഭാവം മൂലം ഒരാൾ ആത്മഹത്യയിലേക്ക് പോകുന്നു. അതാണ് അനോമിക് ആത്മഹത്യ. ഇനി അനോമിക് സൂയിസൈഡ് ഇസ് എ കോമൺ ഇൻ സിറ്റുവേഷൻ വേർ സൊസൈറ്റി ഈസ് അണ്ടർഗോയിങ് മേജർ ചേഞ്ചസ്. ഒരു സമൂഹത്തിൽ പെട്ടെന്ന് കുറേ മാറ്റങ്ങൾ വരുമ്പോൾ അവിടെ നിൽക്കാൻ പറ്റാണ്ടെന്ന് വരും, അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ആ ഒരു സ്ട്രെസ്സ്, ഇപ്പം നമുക്കറിയാം സാമ്പത്തിക മാന്ദ്യം ഒരു സിറ്റുവേഷനാണ്, അത് ഇവിടെ നമുക്ക് താങ്ങാൻ പറ്റുന്നില്ല. അപ്പോൾ അത് ആത്മഹത്യയിലേക്ക് വരുന്നു. അല്ലെങ്കിൽ മറ്റൊരു കാര്യം പറയാം, സമൂഹത്തിൽ കൊറോണ വന്നിട്ട് എന്തോരം പേരാണ് ആത്മഹത്യ ചെയ്തത്. അതായത് കൊറോണ എന്തിനെ അഫക്റ്റ് ചെയ്തു? അവരുടെ എക്കണോമിക്, അതായത് സാമ്പത്തിക സ്ഥിതിയെ അഫക്റ്റ് ചെയ്തു. അവർക്ക് ഒരുപാട് പ്രശ്നങ്ങൾ വന്നു, കടം വന്നു. അപ്പോൾ ഇതിലോട്ടൊക്കെ ആത്മഹത്യയിലേക്കൊക്കെ നയിക്കാൻ അത് കാരണമായി. അപ്പോൾ ഈസ് എക്സ്പീരിയൻസിങ് എ ഹൈലി സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ വരും, വിച്ച് ലീഡ് ടു ഫീലിംഗ് ഓഫ് കൺഫ്യൂഷൻ വരും ആൻഡ് ഡിസപ്പോയിൻമെൻറ്റ് വരും. ഇത് ആത്മഹത്യയിലേക്ക് നയിക്കുന്നു. മറ്റൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഫെയിലിയർ ഓഫ് എക്കണോമിക് ഡെവലപ്മെൻറ്റ് ആൻഡ് ദ ഡിവിഷൻ ഓഫ് ലേബർ ടു ക്രിയേറ്റ് ഓർഗാനിക് സോളിഡാരിറ്റി ആസ് മെൻഷൻ ബൈ ഡർക്കി. അപ്പോൾ ഓർഗാനിക് സോളിഡാരിറ്റി നമ്മുടെ സമൂഹത്തിൽ അനിവാര്യമാണെന്ന് പറഞ്ഞു. ആളുകളുടെ സമാന ലക്ഷ്യമുള്ളവരെ വേണമെന്ന് വെച്ചിട്ട് ഒന്നിക്കുന്നതാണ് ഓർഗാനിക് സോളിഡാരിറ്റി. അപ്പോൾ അങ്ങനെയുള്ള സോളിഡാരിറ്റി ഇവിടെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല, ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, ഡിവിഷൻ ഓഫ് ലേബർ വരുന്നില്ല. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ എക്കണോമിക് ഡെവലപ്മെൻറ്റ് ഉണ്ടാകുന്നില്ല, അനോമിക് സൂയിസൈഡ് ഉണ്ടാകാൻ കാരണമാണ്. അപ്പോൾ ഇൻ ദിസ് കണ്ടീഷൻ പീപ്പിൾ ഡു നോട്ട് നോ വെദർ ദേ ആർ സ്യൂട്ടബിൾ ഫോർ സൊസൈറ്റി. അപ്പോൾ ഈ സൊസൈറ്റിയിൽ തങ്ങൾക്കൊരു ജോലിയേ കിട്ടില്ല, ഇനി ഈ സൊസൈറ്റിയിൽ എവിടെ ചെന്ന് കഴിഞ്ഞാലും ജീവിക്കാനുള്ള ഒരു മാർഗ്ഗമില്ല എന്നൊക്കെ കാണുമ്പോൾ ആളുകൾ ആത്മഹത്യയിലേക്ക് പോകുന്നു. ഇനി ഡർക്കി എക്സ്പ്ലെയിൻ ദാറ്റ് അനോമി സൂയിസൈഡ് ഈസ് എ സ്റ്റേറ്റ് ഓഫ് മോറൽ ഡിസബിലിറ്റി ആണ്, ഇൻ വിച്ച് പീപ്പിൾ ആർ അൺഅവെയർ ഓഫ് ദ ലിമിറ്റ്സ് ഓഫ് ദെയർ ഡിസയർ ആൻഡ് ആർ ഓൾവേസ് ഇൻ ദ സ്റ്റേറ്റ് ഓഫ് ഡിസപ്പോയിൻമെൻറ്റ്. ഇപ്പോൾ അനോമിക് എന്ന് പറയുമ്പോൾ ചില ആൾക്കാർ തങ്ങൾക്ക് കിട്ടാവുന്നതിലപ്പുറത്തേക്ക് ഓവറായിട്ട് എക്സ്പെക്റ്റ് ചെയ്തിട്ടും അനോമി ആത്മഹത്യയിലേക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ എക്സ്ട്രീം വെൽത്ത്, അത് വരുന്ന മാറ്റങ്ങൾ കൊണ്ടുവരുമ്പോൾ ഒരുപാട് പണം കിട്ടിയിട്ട് അത് മുഴുവൻ തൂർത്തടിച്ച് എന്ത് ചെയ്യണമെന്നറിയാതെ നശിപ്പിച്ചിട്ട്
അയ്യോ ഇനി രക്ഷയില്ല എന്ന് പറഞ്ഞ് ആത്മഹത്യ ചെയ്യുന്നവരുണ്ട്. അതുപോലെ തന്നെ പണം ഇല്ലാഞ്ഞിട്ട് ഉള്ള പണം മുഴുവൻ പോയിട്ട് ആത്മഹത്യ ചെയ്യുന്നവരുണ്ട്. അപ്പോൾ ഇത് നമ്മളെപ്പോഴും അനോമിക്കിലെ എക്സ്പെക്റ്റേഷൻ ഓഫ് ദ പ്രീവിയസ് ലൈഫ് ആർ സെറ്റ് അസൈഡ്. അപ്പോൾ നമ്മളെപ്പോഴും എന്താ ചെയ്യാം, നമ്മളെപ്പോഴും അതെല്ലാം മാറ്റി വെച്ചിട്ട് ന്യൂ എക്സ്പെക്റ്റേഷൻ നമ്മൾ കൊണ്ടുവരണം, അതിനെ അതിജീവിക്കാൻ ആവശ്യമാണ്. ഇനി നാലാമത്തേതാണ് ഫെയ്റ്റലിസ്റ്റിക് സൂയിസൈഡ്. അത് നമുക്ക് വേറെ നിവൃത്തിയില്ല. അത് ഫെയ്റ്റലിസ്റ്റിക് സൂയിസൈഡ് എന്ന് പറയുമ്പോൾ ഒരാളെ ഓവറായിട്ട് റെഗുലേറ്റ് ചെയ്യുന്നു, നമുക്കിതിൽ നിന്ന് മോചനയില്ല. ഇപ്പോൾ അടിമ എന്ന് പറയുന്ന സമ്പ്രദായത്തിൽ ഒരു വിധത്തിലും ഈ ജീവിതം എനിക്കിനി താല്പര്യമില്ല, ഇതിൽ നിന്ന് മരണമാണ് ഭേദം എന്ന് പറയുമ്പോൾ ഓവർ റെഗുലേറ്റഡ് ആവുമ്പോൾ ദെയർ ഫ്യൂച്ചർ ഈസ് കോൺസ്റ്റൻ്റ്ലി ഹാമ്പേർഡ്, അവർക്കിനി ഒരു ഫ്യൂച്ചറില്ല. ആൻഡ് റിപ്രസീവ് ഡിസിപ്ലിൻ കോസസ് ഇൻറ്റൻസ് ചോക്കിംഗ് ഓഫ് പാഷൻ. ഇനി ഇതിൽ കിടന്നിട്ട് കാര്യമില്ല. പലപ്പോഴും ഈ ഫെയ്റ്റലിക് സൂയിസൈഡ് വിവാഹ ജീവിതത്തിൽ ഉണ്ട്. പല സ്ത്രീകളും ആത്മഹത്യ ചെയ്യുന്നത് ഫെയ്റ്റലിക് സൂയിസൈഡിനുള്ള അവസ്ഥയാണെന്നറിയാം. കാരണം ഇവർക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുന്നില്ല. ഭർത്താവിൻ്റെ ആ ഒരു എന്താ ഇന്നത്തെ പെൺകുട്ടികൾ പറയുന്നത്, ഈ മാരേജ് എന്ന് പറഞ്ഞൊരു ട്രാപ്പ് എന്ന് പറഞ്ഞ പോലെ, ആ ട്രാപ്പിൽ പെട്ടുപോകുന്ന പെൺകുട്ടികൾ. എല്ലാ മാരേജും ട്രാപ്പല്ല കേട്ടോ. അപ്പോൾ ചില ട്രാപ്പിൽ മാരേജ് ട്രാപ്പാണ്. പുരുഷന്മാർ ഭാര്യയോട് ബഹുമാനമില്ലാത്തവരെ, അല്ലെങ്കിൽ ഭാര്യ എന്ന് പറയുന്ന വ്യക്തിയെ അടിമയായിട്ട് കാണുന്നവരെ, അല്ലെങ്കിൽ ഒരു സെക്സ് ഓബ്ജക്റ്റായിട്ട് കാണുന്നവരെ, അല്ലെങ്കിൽ അവളെ എന്തും പറയാം എന്ന് കരുതുന്നവരെ, അങ്ങനെയുള്ള ആളുകളിൽ നിന്ന് രക്ഷപ്പെടാൻ, അപ്പോൾ ചിലപ്പോൾ രക്ഷപ്പെട്ട് സ്വന്തം വീട്ടിലേക്ക് പോരാൻ പറ്റുമെങ്കിൽ ആ പെൺകുട്ടി അവിടെ നിന്ന് രക്ഷപ്പെട്ട് സ്വന്തം വീട്ടിൽ വന്ന് ലൈഫ് വീണ്ടും സ്റ്റാർട്ട് ചെയ്യും, ജോലി ചെയ്ത് സ്വന്തം കാലിൽ നിന്ന് സന്തോഷമായിട്ട് മുന്നോട്ട് പോകും. പക്ഷേ പല വീട്ടുകാരും ഒരു വിധം കഷ്ടപ്പെട്ടാണ് ഈ പെൺകുട്ടിയെ വിവാഹം കഴിച്ചിട്ടുള്ളതെങ്കിൽ അവർ പലപ്പോഴും ആ പെൺകുട്ടിക്ക് വീട്ടിലെ അവസ്ഥ ഓർത്ത് തിരിച്ച് വീട്ടിലേക്ക് പോകാനും പറ്റുന്നില്ല, ഈ മനുഷ്യൻ്റെ കൂടെ ജീവിക്കാനും പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ ഏറ്റവും അവസാനം കുട്ടി കാണുന്നത് ആത്മഹത്യയാണ്. അതാണ് ഫെയ്റ്റലിസ്റ്റിക് സൂയിസൈഡിന് ഏറ്റവും ബെസ്റ്റ് ഉദാഹരണം. അപ്പോൾ ഒരു വ്യക്തി അമിതമായി നിയന്ത്രിക്കപ്പെടുമ്പോൾ, അപ്പോൾ ഇന്നത്തെ സൊസൈറ്റിയിൽ ഈ ക്ലാസ് കേൾക്കുന്ന ഓരോ കുട്ടികളും മനസ്സിലാക്കേണ്ടത്, നമ്മൾക്ക് മറ്റൊരാളെ അമിതമായി നിയന്ത്രിക്കാൻ, സ്നേഹം കൊണ്ട് വേണമെങ്കിൽ നിയന്ത്രിക്കാം, നമുക്ക് വേണമെങ്കിൽ ഒന്ന് പറയാം, തെറ്റുകൾ കണ്ടാൽ ഒന്ന് ആസ് എ ഫ്രണ്ട്, ആസ് എ ബ്രദർ, അല്ലെങ്കിൽ ആസ് എ ഹസ്ബൻഡ് നമുക്കതൊന്ന് ചൂണ്ടിക്കാണിക്കാം. പക്ഷേ അവരെ ഉപദ്രവിക്കാനോ അമിതമായി നിയന്ത്രിക്കാനോ മാനസികമായി തളർത്താനോ ഒരു വ്യക്തിക്കും അവകാശമില്ല. അപ്പോൾ അങ്ങനെ നിയന്ത്രിക്കപ്പെടുമ്പോൾ അവരുടെ ഭാവി ജീവിതം തടസ്സപ്പെടുമ്പോൾ പലപ്പോഴും അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. ഇനി ഈ ഇതിൽ കിടക്കണം എന്ന് വരുമ്പോൾ അടിച്ചമർത്തൽ, അത് ആ ഒരു തീവ്രമായ ശ്വാസം മുട്ടലിന് കാരണമാകുമ്പോഴാണ് ഫെയ്റ്റലിസ്റ്റിക് ആത്മഹത്യ സംഭവിക്കുന്നത്. ഇതിപ്പോൾ ഒരു വിവാഹിതരായ ലൈഫ് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതാണ്. ഇപ്പോൾ പോലീസിനാൽ പിടിക്കപ്പെട്ട ഒരു വ്യക്തി ഇനി ജയിലാണ്, അല്ലെങ്കിൽ തനിക്കിനി മരണശിക്ഷയാണ് എന്ന് പറയുമ്പോൾ അതിനേലും ഭേദം മരണമാണെന്ന് കരുതി ആത്മഹത്യ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് പലപ്പോഴും അറിയാം. ലോക്കപ്പ് മരണം കുറേയൊക്കെ ഉപദ്രവിച്ച് പോലീസുകാർ കൊല്ലുന്നതാണെങ്കിൽ ചിലത് ആത്മഹത്യ തന്നെയാണ്. കാരണം അവർക്ക് എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് മാനഹാനിയും സംഭവിച്ചു, അപ്പം ഇനി എവിടെ പോകാനാണ്, അത് മരിക്കാം എന്ന് വിചാരിക്കുന്നവരുണ്ട്. അപ്പോൾ ഇറ്റ് ഈസ് ദ ഓപ്പോസിറ്റ് ഓഫ് അനോമി സൂയിസൈഡ് which happens in oppressive society where its inhabitants want to die rather than live. ഇത് സംഭവിക്കുന്ന ഒപ്രസീവ് സൊസൈറ്റിയിലാണ്. അതായത് ഒരു ഗ്രൂപ്പ് ആളുകൾ മറ്റൊരു ഗ്രൂപ്പിനെ വളരെ ക്രൂരമായി അടിച്ചമർത്തുമ്പോൾ, അത് വ്യക്തികളും ആകാം ഗ്രൂപ്പുകളും ആകാം, അങ്ങനെ വരുന്ന സമൂഹത്തിലാണ് ഇങ്ങനെയുള്ള സൂയിസൈഡ് വരുന്നത്. ഫോർ എക്സാമ്പിൾ, സം പ്രിസണേഴ്സ് മേ വോണ്ട് ടു ഡൈ റാദർ ദാൻ ലിവ് ഇൻ പ്രിസൺ. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ജയിലിൽ കിടക്കുന്നതിനേക്കാൾ നല്ലത് മരിക്കുന്നതാണ് എന്ന് വിചാരിച്ചിട്ട് ഫെയ്റ്റലിസ്റ്റിക് സൂയിസൈഡ് നടത്തുന്നു. അതുപോലെ തന്നെ ഡർക്കീമിൻ്റെ അഭിപ്രായത്തിൽ, അൺലൈക്ക് ദ അതർ കൺസെപ്റ്റ് ഹി ഡെവലപ്ഡ്, ഡർക്കീം തോട്ട് ദാറ്റ് ഫെയ്റ്റലിക് സൂയിസൈഡ് വാസ് ഓൺലി എ തിയറിറ്റിക്കൽ കൺസെപ്റ്റ് ആൻഡ് ഹൈലി അൺലൈക്ലി ടു എക്സിസ്റ്റ് ഇൻ റിയാലിറ്റി. അപ്പോൾ ഈ ആത്മഹത്യാ സിദ്ധാന്തം യഥാർത്ഥത്തിലൊന്നും നിലനിൽക്കാൻ സാധിക്കുകയില്ല, ഇതൊരു വെറും ആശയമാണ് എന്ന് അദ്ദേഹം മനസ്സിലാക്കി. ഇനി ഒരു തിയറി ഓഫ് സൂയിസൈഡിന് ഒരു കൺക്ലൂഷൻ കൂടി നമുക്ക് കൊടുക്കാം. സൂയിസൈഡ് ഈസ് എ സ്റ്റഡി ഇൻ സോഷ്യോളജി ദാറ്റ് എക്സാമിൻ ദി ഈവൻറ്റ്സ് ഓഫ് സൂയിസൈഡ് ഇൻ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സൂയിസൈഡ്.
അപ്പോൾ എങ്ങനെയൊക്കെയാണ് സൂയിസൈഡ് സംഭവിക്കുന്നതെന്നും അതുപോലെ എത്ര തരം ആത്മഹത്യയാണ് എന്നും അദ്ദേഹം ഇതിൽ പറഞ്ഞു. അതിൻ്റെ ലിമിറ്റേഷൻസ്: ഡർക്കീംസ് വർക്ക് ഓൺ സൂയിസൈഡ് ഹാസ് ഇൻഫ്ലുവൻസ് സപ്പോർട്ടേഴ്സ് ഓഫ് കൺട്രോൾ തിയറി ആൻഡ് ഈസ് ഓഫൺ റെഫേർഡ് ടു എ ക്ലാസിക്കൽ സോഷ്യോളജിക്കൽ വർക്ക്. അദ്ദേഹത്തിൻ്റെ വർക്കിനെ കൺട്രോൾ തിയറി, ഒരുപാട് കൺട്രോൾ തിയറിസ്റ്റുകൾ സപ്പോർട്ട് ചെയ്യുകയും ക്ലാസിക്കൽ സോഷ്യോളജിക്കൽ വർക്കാണെന്ന് വിളിക്കുകയും ചെയ്തു. ഡർക്കീം ഓൾസോ എക്സാമിൻ ദ റേറ്റ് ഓഫ് സൂയിസൈഡ് ബിറ്റ്വീൻ അദ്ദേഹം ഒരു കാര്യം കൂടി ചെയ്തു കേട്ടോ. കത്തോലിക്കരും പ്രൊട്ടസ്റ്റൻറ്റുകാരും തമ്മിൽ അവരുടെ ഇടയിൽ നടക്കുന്ന ആത്മഹത്യയെക്കുറിച്ചിട്ട് അദ്ദേഹം ഒരു പഠനം നടത്തി. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഈ ബിറ്റ്വീൻ പ്രൊട്ടസ്റ്റൻ്റ് ആൻഡ് കത്തോലിക് ആൻഡ് ആർഗ്യൂഡ് ദാറ്റ് ഗ്രേറ്റർ സോഷ്യൽ കൺട്രോൾ എമംഗ് കത്തോലിക്, അവർക്ക് കത്തോലിക്സിലെ ആളുകളെല്ലാവരും വളരെ ഒന്നിച്ചു നിൽക്കുന്നത് കൊണ്ടും പിന്നെ അതുപോലെ കത്തോലിക്കരുടെ ഇടയിൽ കുറച്ച് ആളുകൾക്ക് ഒരു ഇൻഫ്ലുവൻസ് കൺട്രോൾ ഉള്ളത് കൊണ്ടും അവിടെ ലോവസ് സൂയിസൈഡ് റേറ്റ് ആണുള്ളത്. എന്നാൽ പ്രൊട്ടസ്റ്റൻറ്റിൻ്റെ അത്രയും ആളുകൾ ഒരുമിച്ച് കൺട്രോളിലല്ലാത്തത് കൊണ്ട് തന്നെ അവർ പല കാര്യങ്ങളിലും ഇങ്ങനെ ഒരു സ്ട്രഗിൾ ചെയ്യുന്നത് കൊണ്ട് അവർക്ക് ഇത്തിരി റേറ്റ് കൂടുതലാണ്. അപ്പോൾ അക്കോർഡിംഗ് ടു ഡർക്കീം, കത്തോലിക് സൊസൈറ്റി ഷോ എ നോർമൽ ലെവൽ ഓഫ് ഇൻറ്റഗ്രേഷൻ വൈൽ പ്രൊട്ടസ്റ്റൻറ്റ് സൊസൈറ്റി ലോ ലെവൽ ഓഫ് ഇൻറ്റഗ്രേഷൻ. അതിൻ്റെ അനുസരിച്ചാണ് അവിടെ റേറ്റ് കൂടുന്നത്. അപ്പോൾ ദിസ് ഇൻ്റർപ്രിറ്റേഷൻ ഹാസ് ബീൻ ചലഞ്ച്ഡ് ഓഫൺ. ഇറ്റ് ഈസ് കൺസിഡർ ദാറ്റ് ഡർക്കീം മേ ബി ഓവർ ജനറലൈസ് ദിസ് ഐഡിയ. പക്ഷെ പലയിടത്തുനിന്ന് ഇത് വെല്ലുവിളിക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയൊന്നുമല്ല, അത് ആ ഡാറ്റ കിട്ടിയിരിക്കുന്നത് ചിലപ്പോൾ അത് ആ ഒരു കാലഘട്ടത്തിലായിരിക്കും. ഇപ്പോഴും അത് നമുക്കത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ലേറ്റർ റിസർച്ചേഴ്സ് പോയിൻറ്റഡ് ഔട്ട് ദാറ്റ് ഡിഫറൻസ് ബിറ്റ്വീൻ പ്രൊട്ടസ്റ്റൻറ്റ് ആൻഡ് കാത്തോലിക് സൂയിസൈഡ് സീം ടു കൺഫൈൻ ടു ഓൺലി ജർമ്മൻ സ്പീക്കിംഗ് പീപ്പിളിൽ യൂറോപ്പിൽ എടുത്തിട്ടാണ് ഇത് പറഞ്ഞത്. അതുകൊണ്ട് ഇത് കോമൺ ആയിട്ട് പറയാൻ പറ്റിയില്ല. മറ്റ് ഘടകങ്ങളും ഒക്കെ പരിഗണിക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഇതാണ് തിയറി ഓഫ് സൂയിസൈഡ്, എമിൽ ഡർക്കീം. അപ്പോൾ ഇനി അടുത്ത ഒരു ടോപ്പിക്കുമായി ഉടനെ എത്താം. താങ്ക് യു.